ഹലോ മൈ ഡേ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ എക്സാമിനേഷൻ നല്ലപോലെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തമ്പനെയിൽ കണ്ട പോലെ ഒരു ചെറിയൊരു കൺസെപ്റ്റ് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം, എന്നാൽ ഇത് ശ്രദ്ധിക്കാത്തവർക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ മെറ്റീരിയൽ ഒരു പുതിയൊരു കോൺസെപ്റ്റ് ആഡ് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ജനുവരിയിൽ ഇല്ലാത്തൊരു കാര്യമാണ്, പക്ഷെ നമ്മൾ പഠിച്ച കാര്യമാണ്. പുതിയ ടോപ്പിക് എന്ന രീതിയിൽ പറയാൻ പറ്റില്ല. ഇത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോവുകയാണെങ്കിൽ മെയ് 2025 എക്സാമിനേഷന് വേണ്ടിയുള്ള നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ സെർച്ച് ചെയ്യുമ്പോൾ 7ാമത്തെ ചാപ്റ്റർ, അതായത് നമ്മുടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് കഴിഞ്ഞതിന് ശേഷം അവസാനം അതിന്റെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു പാർട്ട് ആഡ് ആയിട്ടുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് സാമ്പിൾ സ്പെസിമെൻസ് ആൻഡ് എഗ്രിമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത് പഠിക്കണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അതായത് നിങ്ങളുടെ എല്ലാം പഠിച്ച് കഴിഞ്ഞതാണ്, നിങ്ങൾക്ക് സബ്ജക്റ്റ് കവർ ചെയ്യാൻ ഇനിയും സമയമുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് നിങ്ങൾ പോയാൽ മതി. അതായത് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യനൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. കാരണം പണ്ട് ഇത് ചോദിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അത് സബ്ജക്റ്റിൽ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പം നമുക്കിതെന്താണ് വളരെ കൃത്യമായിട്ട് ഇവർ ആഡ് ചെയ്തതുള്ളത് കൊണ്ട് ചോദിക്കാനുള്ള ചാൻസസ് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത് ഉറപ്പായിട്ടും പഠിച്ചു വെച്ചേ പറ്റൂ. പഠിക്കാൻ ഇറ്റ് മീൻസ് ആദ്യമേ പറഞ്ഞ പോലെ സമയം കിട്ടുന്നവർ മാത്രം പഠിച്ചാൽ മതി. ഇത് പഠിക്കാത്തത് കൊണ്ടൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, പക്ഷെ അറിഞ്ഞിരുന്നാൽ നല്ലത് എന്നൊരു സംഭവം മാത്രമാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചിരിക്കുന്നത്, ഇത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ കാര്യങ്ങൾ മാത്രമല്ല ഇത് ചോദിച്ചിരിക്കുന്നത്, ബാക്കി ചാപ്റ്റേഴ്സിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ജസ്റ്റ് നോക്കാം. ഞാനൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നും തന്നെ ഇല്ല, കാരണം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ജസ്റ്റ് ഒന്ന് നിങ്ങൾ പറയാൻ വേണ്ടി മാത്രം ഞാൻ ചെയ്തൊരു കോൺസെപ്റ്റാണ്. ഫസ്റ്റ് വൺ, ബെയിൽമെന്റ് എഗ്രിമെന്റ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ ഹെഡിങ്സ് എങ്കിലും എന്താണ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ബെയിൽമെന്റ് എങ്ങനെ നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഇത്രയും സാറ് ചോദിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാം പഠിച്ചിട്ട് അവസാനം മാത്രം വെച്ചാൽ അത് ടെൻഷൻ അടിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. ഒരിക്കലും അങ്ങ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. രണ്ടാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഗ്രിമെന്റ് ഫോർ പ്ലെഡ്ജിങ് എഗ്രിമെന്റ് എങ്ങനെ ചെയ്തൊക്കെ കോൺട്രാക്റ്റിന് ഡെറൈവ് ചെയ്തൊരു സംഭവം തന്നെയാണ്. പ്ലെഡ്ജിന്റെ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഉപകാരപ്പെട്ടില്ലെങ്കിലും ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, അതിനുശേഷം ഗ്യാരണ്ടി ഫോർ ദ പെർഫോമൻസ് ഓഫ് ദ കോൺട്രാക്റ്റിന് ഗ്യാരണ്ടി കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടി എഗ്രിമെന്റിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇൻഡെംനിറ്റി ബോണ്ട്. അറ്റ്ലീസ്റ്റ് ചെറുതെങ്കിലും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാൻ നോക്കാം. ഇൻഡെംനിറ്റി ബോണ്ട് എങ്ങനെ ചെയ്യുന്നു, കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി, അതായത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ബേസിൽ തന്നെയാണ്. അതിനുശേഷം പവർ ഓഫ് അറ്റോർണി, ഇൻകം ടാക്സ് അതോറിറ്റി, ഇത് ജനറൽ പവർ ഓഫ് അറ്റോർണി ആണ്, ഓർത്ത് വെക്കുക. അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് അഫിഡവിറ്റ് ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒന്ന് ഈ ഇൻഡെംനിറ്റി ബോണ്ട് ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക, ചെറിയൊരു കോൺസെപ്റ്റ്. അതിനുശേഷം നിങ്ങൾക്ക് ഈ അഫിഡവിറ്റ് എന്താണ് ഒരു ജസ്റ്റ് ജനറൽ കോൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. അതിനുശേഷം അത് ഞാൻ ഒന്നും പഠിക്കാതിരിക്കുന്നതിനേക്കാൾ എന്തെങ്കിലും പഠിക്കാം എന്നൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് മാത്രം പറയുന്നതാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം എഗ്രിമെന്റ് ഫോർ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഉണ്ട്. അത് കുറച്ച് വലുതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ആണ്. ഇത് നിങ്ങൾക്ക് കുറച്ച് കസ്റ്റമൈസ് ചെയ്ത് എഴുതാൻ പറ്റും, പ്രശ്നമൊന്നും തന്നെ ഇല്ല. LLP എഗ്രിമെന്റ് ഡ്രാഫ്റ്റ് ചെയ്യാനുണ്ട്, കുറച്ച് വലിയൊരു സംഭവമാണ്, അതുകൊണ്ട് ഞാനത് പഠിക്കണം ഞാൻ പറയുന്നില്ല. റൈറ്റ്സ്, ഡ്യൂട്ടീസ്, കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഡ്യൂട്ടീസ് ഓഫ് പാർട്ട്നേഴ്സ് പഠിച്ചതാണ്, അതൊക്കെ ആഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അതിനുശേഷം മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ നമ്മൾ ആൾറെഡി കാണിച്ചതാണ് നമ്മൾ ക്ലാസ്സസ് എടുക്കുന്ന സമയത്ത്. മെമ്മോറണ്ടം നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ കമ്പനി ലോയിൽ വരുന്നൊരു സംഭവമാണ്. ജസ്റ്റ് ഈ മെമ്മോറണ്ടം നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ പറ്റും കേട്ടോ. മെമ്മോറണ്ടം ഈസിയാണ്. മെമ്മോറണ്ടം ഒന്ന് പഠിച്ചു വെച്ചാൽ, കാരണം 6 ക്ലോസസ് അതേപോലെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് കമ്പനിയുടെ പേരൊക്കെ എഴുതി സാമ്പിൾ അടിച്ച് വെച്ചാൽ മതി. ഓക്കെ, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും ആണ്, ഇന്റർണൽ റെഗുലേഷൻസ് ആണ്. നിങ്ങൾക്ക് കണ്ടന്റ് കൂടുതലും കുറവ് ആഡ് ചെയ്യാൻ പ്രശ്നമൊന്നും തന്നെ ഇല്ല. ഇതൊക്കെ ടേബിൾ എഫിലെ സാമ്പിളാണ്. അതിപ്പോൾ ജസ്റ്റ് ഒന്ന് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഇത്രയും പഠിക്കേണ്ട ആവശ്യമില്ല. അറ്റ്ലീസ്റ്റ് ഒരു 10 കണ്ടന്റ് എങ്കിലും ഓർത്ത് വെച്ചാൽ മതി. ഇന്റർണൽ റെഗുലേഷൻ്റെ കാര്യങ്ങൾ, കമ്പനിയുടെ പേര് മെൻഷൻ ചെയ്യണം, കമ്പനീസ് ആക്ട്, പിന്നെ ടേബിൾ എഫ് ആണ് നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനെക്കുറിച്ചാണ് ജസ്റ്റ് ബേസിക് ഡീറ്റെയിൽസ്. നമ്മൾ പഠിച്ച സംബന്ധം ഒന്ന് അറേഞ്ച് എന്തൊക്കെ മെൻഷൻ ചെയ്യണമെന്ന് ജസ്റ്റ് ഒരു സൈഡ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓത്തറൈസ് ഷെയർ ക്യാപിറ്റൽ കാര്യങ്ങൾ, കമ്പനിയുടെ ബേസിക് റെസ്ട്രിക്ഷൻസ് നമ്മൾ ആഡ് ചെയ്യണം. അതിനുശേഷം ട്രാൻസ്ഫർ ഓഫ് ഷെയർസിനെ കുറിച്ച് നമ്മൾ ആഡ് ചെയ്യുന്നു. മീറ്റിംഗ്സ്, അതേപോലെ തന്നെ നോട്ടീസ്, അതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് ആഡ് ചെയ്യുന്നു. ഡെത്ത് ആണെങ്കിൽ എങ്ങനെ അതിനെ മാനേജ് ചെയ്യുന്ന, പ്രോപ്പർട്ടി മാനേജ് ചെയ്യുന്ന, AGM കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. പ്രൊവിഷൻസ് 98, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ്, അപ്പോയിൻമെൻറ്റ് കാര്യങ്ങൾ, അതിൻ്റെ മെൻഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. പിന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ അതൊന്ന് പഠിച്ചു വെച്ചാലേ, കാരണം നമ്മളിപ്പോൾ കുറച്ച് കാര്യം നമ്മൾ പറഞ്ഞല്ലേ, ഒന്ന് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ പഠിക്കും പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ആർട്ടിക്കിൾസ് ജസ്റ്റ് നോക്കാൻ പറഞ്ഞു.
ആർട്ടിക്കിൾസ് നമ്മൾ ജസ്റ്റ് നോക്കാൻ പറഞ്ഞു, എങ്ങനെയാണ് അതിൻ്റെ ഹെഡിങ് ഒക്കെ വരിക. അതിനുശേഷം മെമ്മോറണ്ടം നമ്മൾ നോക്കി, ഇതൊക്കെ ഭയങ്കര എളുപ്പമുള്ളൊരു സംഭവമാണ്. മെമ്മോറണ്ടം നമുക്ക് എഴുതാൻ പറ്റും. അതിനുശേഷം നമ്മൾ നോക്കിയത് LLP എഗ്രിമെൻറ്റ് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു. കാരണം ഈ ഒരു അവസാന നിമിഷത്തിൽ നമ്മൾ ആക്ച്വലി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് എന്താണ് ഒരു സമയം കിട്ടി നമുക്കത് വീഡിയോസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇനി നമുക്കൊരു മാസം കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് ജസ്റ്റ് ഈ ഒരു സമയത്ത് തന്നെ ഇട്ടത്. എഗ്രിമെൻറ്റ് സെയിൽ ഓഫ് ഗുഡ്സ് സെക്കൻഡറി ആയിട്ട് നിൽക്കുക. അഫിഡവിറ്റ് ഒന്ന് ഡ്രോ ചെയ്യുക. അതിനുശേഷം പവർ ഓഫ് അറ്റോർണി ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ നിങ്ങൾ സെക്കൻഡറി ആയിട്ട് വെക്കുക. അതിനുശേഷം ഇൻഡെംനിറ്റി ബോണ്ട് വെക്കുക. അത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ബാക്കി നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എഗ്രിമെൻറ്റിൽ വരുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ യു ക്യാൻ റൈറ്റ് അബൌട്ട് ദ ബെയിൽമെൻറ്റ്, യു ക്യാൻ റൈറ്റ് അബൌട്ട് ദ ഇൻഡെംനിറ്റി, എല്ലാ കാര്യങ്ങളും എന്താണ് നമുക്ക് വളരെ കൃത്യമായിട്ട് അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ ഒരു സമയം നമ്മൾ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു ടോപ്പിക് കൂടെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് എക്സാമിനേഷനിൽ കാണും ഇങ്ങനൊരു സംഭവം ഇല്ല എന്ന രീതിയിൽ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഇത് ആക്ച്വലി നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി കേട്ടോ. അതായത് CA ഫൗണ്ടേഷൻ സ്റ്റഡി മെറ്റീരിയലിൽ നിന്ന് പോയിട്ട് ബിസിനസ് ലോയിൽ പോയിട്ട് May 2025 സ്റ്റഡി മെറ്റീരിയൽ സെലക്ട് ചെയ്തിട്ട് 7th ചാപ്റ്റർ എടുത്തിട്ട് അവസാനം നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടും. എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാൻ പറ്റും. മാക്സിമം എനിക്ക് പറ്റുന്ന രീതിയിൽ എന്താണ് ഞാൻ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും, ഉറപ്പ് വരുത്തുന്നുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. ഇനി ഏതൊരു ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും തന്നെ എന്താണ് അതിനെക്കുറിച്ച് നമ്മൾക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ CA ഫൗണ്ടേഷൻ റിലേറ്റഡ് ആയ ക്ലാസ്സസും ജനറൽ ഇൻഫോർമേഷൻസും അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം തന്നെ എന്താണ് ഈ ചാപ്റ്റർ മാരത്തോനും കാരണം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കും എന്താണ് ഒരു ചെറിയ ഇൻഫോർമേറ്റീവ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഒരു മാസം സമയമുള്ളൂ. നല്ലപോലെ നിങ്ങൾ പഠിക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം.